ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കൊണ്ട് നല്ല അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സ്ട്രോബെറി ഐസ്ക്രീമിനേക്കാളൊക്കെ നല്ല ടേസ്റ്റിയാണ് ക്രഷ്ഡ് സ്ട്രോബെറി ഐസ്ക്രീമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു കടായിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാലെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കാം കേട്ടോ. അതായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് തന്നെ വരിക. സ്ട്രോബെറി എടുക്കുമ്പോഴും എപ്പോഴും നല്ല പഴുത്ത സ്ട്രോബെറി, അധികം പുളിയില്ലാത്ത നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള സ്ട്രോബെറി ഒക്കെ എടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അതുപോലെ നല്ല കളറുള്ള സ്ട്രോബെറി ഒക്കെ നോക്കി എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ ഒരു പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് ചൂടായിട്ട് തന്നെ വരട്ടെ. കുറച്ച് സമയം എടുക്കും ഇത് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല അടിഭാഗം കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി 1 നുള്ളളവിൽ ബേക്കിംഗ് സോഡയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഒരു പതിയൊക്കെ പോലെ തോന്നും. അത് റെഡി ആയിട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ബേക്കിംഗ് സോഡ എന്തിനാണ് ഇതിലേക്ക് ചേർക്കണേന്ന് വെച്ചാൽ ഇത് നല്ലൊരു ടെക്സ്ചറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കിടക്കുകയും ചെയ്യണുള്ളൂ കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ഞാൻ സ്ട്രോബെറിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ സ്ട്രോബെറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ട്രോബെറി കേട് വരാനൊക്കെയുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കേട് വന്ന ഭാഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അങ്ങനെ നമുക്കിതൊന്ന് മുറിച്ച് റെഡിയാക്കി തന്നെ വയ്ക്കാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. സ്ട്രോബെറി നല്ല പ്യൂരിയായിട്ട് എടുക്കുന്നതിനേക്കാളും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു ബൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അതിനൊന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇനി കട്ട് ചെയ്തെടുത്ത് സ്ട്രോബെറി എല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി 2 പ്രാവശ്യം. അപ്പോഴേക്കും അത് റെഡി ആയിട്ട് തന്നെ വരും. മൊത്തത്തിൽ അരിഞ്ഞു പോകണ്ട, കഷ്ണങ്ങൾ കെടുക്കണം. സ്ട്രോബെറി ചങ്ക്സൊക്കെ അതുപോലെ തന്നെ കെടുക്കണം. പക്ഷേ അതിൻ്റെ ഒപ്പം കുറച്ച് പ്യൂരി ഉണ്ടായിരിക്കും. കാരണം സ്ട്രോബെറി ജ്യൂസി ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ക്രഷ് ചെയ്യുമ്പോഴേക്കും കുറേ ജ്യൂസൊക്കെ അതിൻ്റെ അതിൽ നിന്ന് പുറത്തേക്ക് തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതിന്. നല്ല മധുരമുള്ള ഫ്ലേവറോട് കൂടിയുള്ള സ്ട്രോബെറി തന്നെയാണ് ഇട്ടത്. സ്ട്രോബെറി എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ നല്ലത് കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി എത്ര പഴുത്തതാണെന്ന് പറഞ്ഞാലും അതിനെന്തായാലും ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഐസ്ക്രീമിലേക്ക് ചേർക്കുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണത് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാലും പഞ്ചസാരയൊക്കെ കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ വശങ്ങളിൽ ഇതുപോലെ പത പോലെയൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ റെഡി ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അടിയിൽ പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒന്നും കൂടി ഒന്ന് കുറുകി വരണം. പക്ഷെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട. പിന്നെ അത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തന്നെ വരും കേട്ടോ. ഒഴിച്ചു കൊടുക്കാവുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം തണുത്ത് വരുമ്പോൾ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു കളറൊക്കെ കറക്റ്റ് ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് റെസിപ്പികൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. പഞ്ചസാര എടുക്കണതിൻ്റെ ഇരട്ടി പാലെടുക്കുക. പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാമെന്ന് മാത്രം. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും. കട്ടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അതിനൊരു പ്രത്യേകത, ക്രീമി ആയിട്ട് തന്നെ കിട്ടും. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഏതെങ്കിലും പ്രീമിയം ബ്രാൻഡ് തന്നെ എടുക്കാം കേട്ടോ. ഞാൻ 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് 2 കപ്പ് അളവിൽ. ഇത് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഞാനിതൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം സ്ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൊണ്ടുവരിക കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെയാണ് വിപ്പ് ചെയ്തെടുക്കുന്നത്. കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സ്റ്റിഫ് പിക്സ് ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത്യാവശ്യം പക്ഷേ എന്നാലും ഒന്ന് നല്ല തിക്കായിട്ട് ക്വാണ്ടിറ്റി ഒക്കെ നന്നായിട്ട് കൂടി റെഡി ആയിട്ട് തന്നെ വരണേണ്ട. കണ്ടോ, ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രേ തന്നെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച സ്ട്രോബെറി ഉണ്ടല്ലോ, അത് ആ പ്യൂരിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, മുഴുവനായിട്ട് തന്നെ. പിന്നെ കുറച്ച് സ്ട്രോബെറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ഗാർണിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായിട്ട് റെഡി ആയിട്ട് തന്നെ വരണം കേട്ടോ. അപ്പോൾ സ്ട്രോബെറി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും
ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെ ഇത് വരും. പിന്നെ സ്ട്രോബെറിക്കൊരു നാച്ചുറൽ ഫ്ലേവർ ഉണ്ടല്ലോ, അപ്പോൾ വേറെ എസൻസ് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ആ ഒരു സ്ട്രോബെറിയുടെ ആ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ആ വിപ്പിംഗ് ക്രീമിലാണെന്നുണ്ടെങ്കിൽ ഒരു വാനില ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർമിറ്റഡ് ഫുഡ് കളർ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെ വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളറിനൊന്നും അങ്ങനെ ഇമ്പോർട്ടൻസോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ആ ഒരു ലുക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബീറ്റ്റൂട്ട്, ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് ഇതിൽ കളറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ആ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കണുള്ളൂ. അതായത് അപ്പോഴേക്കും നല്ലൊരു കളറിലേക്ക് തന്നെ വരും കേട്ടോ. അതായത് ചെറിയൊരു കഷ്ണം ബീറ്റ്റൂട്ട്, ഒരു 1/4 ഭാഗത്തിനേക്കാളും കുറവാണ് ബീറ്റ്റൂട്ട് എടുത്തിട്ടുള്ളൂ, ചെറിയ ഒരു മീഡിയം സൈസിലുള്ള ബീറ്റ്റൂട്ടിൻ്റെ. അത് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുത്താലും ഇതിന് ബീറ്റ്റൂട്ടിൻ്റെ ഒരു ടേസ്റ്റോ ഫ്ലേവറോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. കാരണം ഇതിൽ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറും അതുപോലെ വാനിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇനിയായിരിക്കും മുന്നിട്ട് നിൽക്കുക കേട്ടോ. എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണൊക്കെയാണ് ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി എസൻസും ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സായിട്ട് തന്നെ വരണം കേട്ടോ. കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മധുരത്തിനനുസരിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഐസ്ക്രീം ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായാൽ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് വൈസ് നന്നായിട്ട് വരിക, നമ്മൾ പഞ്ചസാര മാത്രം ചേർക്കുന്നതിനേക്കാളൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പകുതി കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം കറക്റ്റ് ആണോ അല്ലെങ്കിൽ പോരാന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഫ്രീസ് ചെയ്തെടുക്കുമ്പോഴൊക്കെ മധുരം ഒന്നും കൂടിയും കുറഞ്ഞാണല്ലോ വരിക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും അത് ഫ്രീസായിട്ടൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു മധുരത്തിലേക്കൊക്കെ വരിക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധുരം പോരാ, ഞാൻ ബാക്കിയും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ സ്ട്രോബെറി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയാണ്. പല ബ്രാൻഡ്സും ഇതുപോലെ ക്രഷ്ഡ് സ്ട്രോബെറി ഐസ്ക്രീമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് വേറൊരു ലെവലിലേക്കാണ് ഈ ഒരു ഐസ്ക്രീം വരിക. നമ്മൾ ഫ്രഷ് സ്ട്രോബെറീസൊക്കെ കുറേ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു രീതിയിലൊന്നും അത്രയ്ക്കൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണല്ലോ ഇത് ഉണ്ടാക്കി എടുക്കുന്നതും. പിന്നെ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഏതെങ്കിലും നല്ല പ്രീമിയം ബ്രാൻഡ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വരിക. ഇനി ഇതൊരു ഫ്രീസർ സേഫ് കണ്ടെയ്നറിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ മുഴുവനായിട്ട് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്താവുന്നതുള്ളൂ. അപ്പോൾ 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും ഐസ്ക്രീം. ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചില്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസൊക്കെ ഫോം ചെയ്യും. 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. 6 മണിക്കൂർ മുതൽ ഒരു 8 മണിക്കൂറൊക്കെ വരെ കേട്ടോ. ഓവർനൈറ്റ് വേണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ആ ഒരു ക്രഷ്ഡ് സ്ട്രോബെറീസൊക്കെ ഉണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ക്രഷ്ഡ് സ്ട്രോബെറീസൊക്കെ കഴിക്കുമ്പോൾ വേറൊരു ലെവലിലേക്ക് തന്നെയാണ് കേട്ടോ വരിക. നല്ല ഫ്ലേവറോട് കൂടിയില്ല, നല്ല അടിപൊളി സ്ട്രോബെറി തന്നെയായിരുന്നത്. അപ്പോൾ സ്ട്രോബെറിയുടെ സീസണല്ലേ ഇപ്പോൾ. അപ്പോൾ സ്ട്രോബെറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതേ അടുത്തത് ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല മൂവ്മെൻ്റ് ആയിരിക്കുമല്ലോ. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാലിയാവില്ലേ. ഈ ഒരു വാലൻറ്റൈൻസ് ഡേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ ഒരു സ്ട്രോബെറി ഐസ്ക്രീം. അപ്പോൾ ഇതിനു മുമ്പും ഞാനൊരു സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പ്യൂരിയൊക്കെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, അടിപൊളി തന്നെയാണ്. അതുപോലെ പാർട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ബർത്ത്ഡേ പാർട്ടി, ഇപ്പോൾ കിഡ്സ് ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ പാർട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.